Yes, welcome back to Arcanics. മക്കളെ ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നൈട്രജനെയും സൾഫറിനെയും ക്ലോറിനെയും ബ്രോമിനെയും എങ്ങനെ അനലൈസ് ചെയ്യാം? ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നാൽ അതിൽ നൈട്രജൻ ഉണ്ടോ, സൾഫർ ഉണ്ടോ, ക്ലോറിൻ ഉണ്ടോ, ബ്രോമിൻ ഉണ്ടോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയ ടെസ്റ്റ് ആണ്. നമ്മൾ ശ്രദ്ധിക്കുക. എക്സ്പെരിമെന്റ് തന്നാൽ 1 ml ഫ്യൂഷൻ എക്സ്ട്രാക്ട്, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയും. 1 ml എക്സ്ട്രാക്ട് എടുക്കുക. എക്സ്ട്രാക്ട് എഴുതിയാൽ പോരാ, ഞാൻ ഷോർട്ട് ആയിട്ട് എഴുതാണ്. 1 ml സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുക. 1 ml സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുക. അതിലേക്ക് കുറച്ച് ആസിഡ് ഒഴിക്കുക, അസിഡിഫൈ ചെയ്യാം. അസിഡിഫൈ ചെയ്യാം. അതിലേക്ക് ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്യുക. അത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിരിക്കണം. 1 ml എക്സ്ട്രാക്ട് എടുക്കുന്നു, അതിലേക്ക് കുറച്ച് ആസിഡ് ഒഴിച്ച് അസിഡിഫൈ ചെയ്യുന്നു, അതിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ഒഴിക്കുന്നു. പ്രഷ്യൻ ബ്ലൂ കളർ, ഉജാലയുടെ നീല കളർ, പ്രഷ്യൻ ബ്ലൂ കളർ. നൈട്രജൻ കൺഫേംഡ്. കഴിഞ്ഞ നൈട്രജൻ ടെസ്റ്റ് കഴിഞ്ഞു. 4 ടെസ്റ്റ്, 4 മാർക്കിന് 4 ടെസ്റ്റ്. 1 ml എക്സ്ട്രാക്ട്, ആസിഡ്, ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ്. എന്ത് കളറാ? ബ്ലൂ കളർ, പ്രഷ്യൻ ബ്ലൂ കളർ. എന്ത് കൺഫേംഡാ? നൈട്രജൻ കൺഫേംഡ്. ഇനി 1 ml എക്സ്ട്രാക്റ്റിലേക്ക് ലെഡ് അസറ്റേറ്റ് എന്താ പറയാ? ലെഡ് അസറ്റേറ്റും അസറ്റിക് ആസിഡും ആഡ് ചെയ്യുക. ലെഡ് അസറ്റേറ്റും അസറ്റിക് ആസിഡും ആഡ് ചെയ്താൽ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. സൾഫർ കൺഫേംഡ്. സൾഫർ കഴിഞ്ഞു, സൾഫർ കൺഫേം ചെയ്തു. ഇനി 1 ml എക്സ്ട്രാക്റ്റിലേക്ക് നൈട്രിക് ആസിഡും ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്യാം. ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്യാം. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ക്ലോറിൻ ആണ്, ഓഫ് വൈറ്റ് ആണെങ്കിൽ ബ്രോമിൻ ആണ്. ഓഫ് വൈറ്റ് ആണെങ്കിൽ ബ്രോമിൻ ആണ്, യെല്ലോ ആണെങ്കിലോ അയോഡീൻ. യെസ്, കിട്ടിയോ? അപ്പൊ 1 ml എക്സ്ട്രാക്ട് എടുക്കുക, അതിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്യുക. പ്രഷ്യൻ ബ്ലൂ കളർ ഫോം ചെയ്താൽ നൈട്രജൻ കൺഫേംഡ് ആണ് മക്കളെ. 1 ml എക്സ്ട്രാക്റ്റിലേക്ക് ലെഡ് അസറ്റേറ്റും അസറ്റിക് ആസിഡും ആഡ് ചെയ്യുക. ലെഡ് അസറ്റേറ്റും അസറ്റിക് ആസിഡും ആഡ് ചെയ്താൽ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ സൾഫർ കൺഫേംഡ് ആണ് മക്കളെ. 1 ml എക്സ്ട്രാക്റ്റിലേക്ക് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്താൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു. വൈറ്റ് ആണെങ്കിൽ ക്ലോറിൻ, ഓഫ് വൈറ്റ് ആണെങ്കിൽ ബ്രോമിൻ, യെല്ലോ ആണെങ്കിൽ അയോഡിൻ ആണ്. ക്ലിയർ അല്ലേ? യെസ്. 4 മാർക്കാണ്. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. കോമ്പൗണ്ടുകളുടെ IUPAC നെയിം എത്ര? ആർക്കും പറ്റും. COCH3. ശരിയല്ലേ? CO വന്നാൽ അതിന്റെ സഫിക്സ് ഓൺ ആണെന്ന് മനസ്സിലാക്കുക. ഓൺ, കീറ്റോൺ, ഓൺ. എത്ര കാർബൺ? 3 കാർബൺ. പ്രൊപ്പാണ്, പ്രൊപ്പ്. കാർബണും കാർബണും തമ്മിൽ മക്കളെ സിംഗിൾ ബോണ്ട് ആണ്. കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ, പ്രൊപ്പെയിൻ ആണ്. പ്രൊപ്പെയിൻ. CO ഗ്രൂപ്പിന്റെ സഫിക്സ് എന്താ? ഓൺ, പ്രൊപ്പനോൺ. സഫിക്സ് ഒഴിവാക്കണം. പ്രൊപ്പനോൺ. ക്ലിയർ അല്ലേ? അടുത്ത് CH3, CH2, CHO. CHO സഫിക്സ് ആണ് ആൾ. CHO എന്ന് പറഞ്ഞാൽ ആൾ, ആൾഡിഹൈഡ് ആണ്. ആൾഡിഹൈഡ്. 1, 2, 3 കാർബൺ. പ്രൊപ്പാണ് മക്കളെ. കാർബൺ സിംഗിൾ ബോണ്ട്, പ്രൊപ്പെയിൻ. ആൾ, CHO ആൾ. ഈ പോയി പ്രൊപ്പനാൽ. Yes. How many sigma bond present in the following molecule? എത്ര സിഗ്മ ബോണ്ട് പ്രസന്റ് ആണെന്നുള്ളതാണ്. നമുക്ക് നോക്കാം എത്ര സിഗ്മ ബോണ്ട്. CH ട്രിപ്പിൾ ബോണ്ട് ആണ്. ട്രിപ്പിൾ ബോണ്ട്. CH. യെസ്. ഡബിൾ ബോണ്ട്. CH3. എത്ര സിഗ്മ ബോണ്ട് പ്രസന്റ് ആണെന്നാ മക്കൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ സിംഗിൾ ബോണ്ടുകളും സിഗ്മ ബോണ്ടുകളാ. എല്ലാ സിംഗിൾ ബോണ്ടുകളും സിഗ്മ. എല്ലാ സിംഗിൾ ബോണ്ടുകളും സിഗ്മ ബോണ്ടുകളായിരിക്കും. ഇനി ഡബിൾ ബോണ്ട് എന്നാൽ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ആയിരിക്കും. ട്രിപ്പിൾ ബോണ്ട് എന്നാൽ ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും ആയിരിക്കും. 2 പൈ ബോണ്ട്. അപ്പൊ എത്ര സിഗ്മ ബോണ്ടാ? 1 സിഗ്മ, 2 സിഗ്മ, 3 സിഗ്മ, 4 സിഗ്മ, 5 സിഗ്മ, 6 സിഗ്മ, 7 സിഗ്മ, 8 സിഗ്മ, 9 സിഗ്മ, 10 സിഗ്മ. 10 സിഗ്മ ബോണ്ടുകളുണ്ട്. എത്ര പൈ ബോണ്ടാ? 3 പൈ ബോണ്ടുകളും ഉണ്ട്. കേട്ടില്ലേ? എല്ലാ സിംഗിൾ ബോണ്ടുകളും സിഗ്മ ബോണ്ടുകളായിരിക്കും. ഡബിൾ ബോണ്ട് എന്നാൽ ഒരു സിഗ്മയും ഒരു പൈയും. ട്രിപ്പിൾ ബോണ്ട് എന്നാൽ ഒരു സിഗ്മയും 2 പൈയും ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. എസ്റ്റിമേഷൻ ഓഫ് എമൗണ്ട് ഓഫ് സൾഫർ. സൾഫറിനെയും ഹാലോജനെയും ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് വിളിക്കുന്ന പേരാണ് കാരിയസ് മെത്തേഡ്. ആ പേരെന്ന് ഓർമ്മിച്ചേക്ക്. പേരിന് 1 മാർക്കാണ്. പേരിന്
സൾഫറിനെയും ഹാലോജനെയും എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏത്? സൾഫറിനെയും ഹാലോജനെയും എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതെന്ന് വെച്ചാൽ മക്കൾ ഒരു മടിയും കൂടാതെ പറയണം, കാരിയസ് മെത്തേഡ് ആണെന്ന്. കാരിയസ് മെത്തേഡ്. Give the IUPAC name. ഈ കോമ്പൗണ്ട് IUPAC നെയിം ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ഇതാണ് കോമ്പൗണ്ട്, ഇതാണ് കോമ്പൗണ്ട്. ഇതിന്റെ IUPAC നെയിം ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ബ്രാഞ്ചിന്റെ എണ്ണം കൂടുതൽ എവിടെന്നാണോ അവിടുത്തെ നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ബ്രാഞ്ചിന്റെ എണ്ണം കൂടുതൽ ഇവിടുത്തെ ആയതുകൊണ്ട് ഇവിടെ നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്തു. 1, 2, 3, 4, 5, 6. ഇതിനെ വിളിക്കുന്ന പേരാണ് സൈക്ലോഹെക്സെയിൻ. എന്താ വിളിക്കുക? സൈക്ലോഹെക്സെയിൻ. നമുക്ക് സൈഡിൽ 2 കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് സൈക്ലോഹെക്സെയിൻ. സൈക്ലോഹെക്സെയിൻ 6 കാർബണുള്ള സൈക്ലിക് കോമ്പൗണ്ട് സൈക്ലോഹെക്സെയിൻ. ഇനി ബ്രാഞ്ച് ആയിട്ട് ആരൊക്കെ ഉണ്ട്? 2 വരെയുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഈഥൈൽ. 1 വരെയുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് മീഥൈൽ. 2 വരെയുള്ള ബ്രാഞ്ചാണ് ഈഥൈൽ. 1 വരെ വന്നാൽ മീഥൈൽ. അപ്പൊ എത്ര മീഥൈലാ? 1-ൽ 2 മീഥൈൽ ഉണ്ട്, 3-ൽ 1 ഈഥൈൽ ഉണ്ട്. ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നത് ഈഥൈൽ ആയതുകൊണ്ട് ആദ്യം ഈഥൈൽ എഴുതണം. 3 ഈഥൈൽ, 3-ൽ ഈഥൈൽ. അതാ ഇതായി 3-ൽ ഈഥൈൽ, 1-ൽ 2 മീഥൈല. അപ്പൊ 1,1 2 മീഥൈൽ, ഡൈമീഥൈൽ, ഡൈമീഥൈൽ, സൈക്ലോഹെക്സെയിൻ, സൈക്ലോഹെക്സെയിൻ, സൈക്ലോഹെക്സെയിൻ. അടി എഴുതിയില്ലേ? അടുത്ത് CH3 CO ഡബിൾ ബോണ്ടോ, CH2 C ഡബിൾ ബോണ്ടോ, CH3. നമ്പർ ചെയ്യാൻ പോവാണ്. 1, 2, 3, 4, 5. 5 കാർബൺ പെന്റാണ്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് പെന്റെയിൻ ആണ്. 2-ലും 4-ലും 2,4 ഡൈഓൺ, 2 ഓൺ 2,4 ഡൈഓൺ. അപ്പൊ പെന്റെയിൻ, സോറി ഈ വേണം, പെന്റെയിൻ 2,4 ഡൈഓൺ. പെന്റെയിൻ 2,4 1, 2, 3, 4 2,4 1, 2, 3, 4ലാണ് എന്നുള്ളത്. 2-ലും 4-ലും ഓൺ ഉണ്ട്. 2,4 ഡൈഓൺ. ക്ലിയർ ആണ്. ഡിഫറൻഷിയേറ്റ് ഫോളോയിങ് ഹോമോലിസിസ് ആൻഡ് ഹെറ്ററോലിസിസ്. ഇതാണ് ഹോമോലിസിസ് മക്കളെ, ഇതാണ് ഹോമോലിസിസ്. 5 രൂപ ഞാനും 5 രൂപ നീയും കൊടുത്തൊരു പഴം വാങ്ങിയാൽ നമ്മൾ നടുക്കൂടെ കഴിക്കുക, ഇങ്ങനെ മുറിക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലിസിസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹോമോലിസിസ്. 2 പേർക്ക് ഓരോ ഇലക്ട്രോൺ വീതം കിട്ടും. അതായത് ഇയാളെ ഇലക്ട്രോൺ ഇയാൾക്കും കിട്ടും, ഇയാൾ ഇലക്ട്രോൺ ഇയാൾക്ക് കിട്ടും. അതാണ് ഹോമോലിറ്റിക് ഫിഷൻ. ഒറ്റ വേർഡിൽ പറഞ്ഞാൽ സിമ്മട്രിക്കൽ ക്ലീവേജ് എന്ന് പറയാം. സിമ്മട്രിക്കൽ ക്ലീവേജ്, സിമ്മട്രിക്കൽ ക്ലീവേജ്, നടുക്കൂടെ മുറിക്കുക. അടുത്ത ഹെറ്ററോലിസിസ്. CH3Cl 5 രൂപ ഞാനും 5 രൂപ നീയും കൂടി കൊടുത്തിട്ട് പഴം വാങ്ങിയാൽ നീ ഒറ്റയ്ക്ക് കഴിക്കുക. ഈ ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആരെടുക്കും? ഇയാളെടുക്കും. ഇയാൾക്ക് പ്ലസ് ചാർജും ഇയാൾക്ക് പ്ലസ് ചാർജും ഇയാൾക്ക് മൈനസ് ചാർജ് വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോലിറ്റിക് ക്ലീവേജ്. അൺസിമ്മട്രിക്കൽ ക്ലീവേജ്. എന്താ വിളിക്കുക? അൺസിമ്മട്രിക്കൽ, അൺസിമ്മട്രിക്കൽ ക്ലീവേജ്, അൺസിമ്മട്രിക്കൽ ക്ലീവേജ്. അതിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോലിറ്റിക് ഫിഷൻ. ഇനി ഇലക്ട്രോഫൈലും ന്യൂക്ലിയോഫൈൽ. എന്താണ് ഇലക്ട്രോഫൈൽ? ഇലക്ട്രോഫൈൽസ് ആർ ഇലക്ട്രോൺ ലവേഴ്സ്. ഇലക്ട്രോഫൈൽസ് ആർ ഇലക്ട്രോൺ ലവേഴ്സ്. ഇലക്ട്രോൺ ലവേഴ്സ് ആണ് നെഗറ്റീവ് ലവേഴ്സ്. നെഗറ്റീവ് ലവേഴ്സിന് പോസിറ്റീവ് ചാർജ് ആക്കി H+, NO2+. ഇവരൊക്കെ ഇലക്ട്രോഫൈല. ഇലക്ട്രോഫൈൽസ് ആർ ഇലക്ട്രോൺ ലവേഴ്സ്. ഇലക്ട്രോൺ ലവേഴ്സ് നെഗറ്റീവ് ഇലക്ട്രോൺ നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് ലവേഴ്സിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ എന്താ ന്യൂക്ലിയോഫൈൽ? ന്യൂക്ലിയോഫൈൽസ് ആർ ന്യൂക്ലിയസ് ലവേഴ്സ്. ന്യൂക്ലിയസ് ലവേഴ്സ്. ന്യൂക്ലിയോഫൈൽസ് ആർ ന്യൂക്ലിയസ് ലവേഴ്സ്. ന്യൂക്ലിയസ് ലവേഴ്സ്, ന്യൂക്ലിയസ് പോസിറ്റീവാ. പോസിറ്റീവ് ലവേഴ്സിന് എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജാ. OH-, Cn-, Br-, Cl-. ഇതൊക്കെ ന്യൂക്ലിയോഫൈലാ. ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്നവരാ. ന്യൂക്ലിയസിനെ പോസിറ്റീവിനെ ലവ് ചെയ്യുന്നവരാ. ന്യൂക്ലിയോഫൈൽസ് ആർ ന്യൂക്ലിയസ് ലവേഴ്സ് ആണ്. Which of the following is plus R group? Plus R ഗ്രൂപ്പുകൾ ആരൊക്കെയാ ചേർന്ന് നോക്കിയോ? പ്ലസ് ആർ ഗ്രൂപ്പ് എഴുതിക്കോ. പ്ലസ് ആർ ഗ്രൂപ്പുകൾ വേറെ പേരുണ്ട്. ചിലപ്പോൾ അവർ ഇങ്ങനെ ചോദിക്കില്ല, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകൾ ആരാണെന്ന് ചോദിക്കും. പ്ലസ് ആർ ഗ്രൂപ്പുകൾ വേറെ പേരാണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഏതൊക്കെയാ? OH+R ആണ്, NH2+R ആണ്, NH2, OCH3+R, OCH3, ഹാലോജൻ +R, ഹാലോജൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഒക്കെ +R ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ പ്ലസ് ആർ ഗ്രൂപ്പ്? OH, NH2, OCH3, ഹാലോജൻ. These groups are known as plus R group. ബാക്കിയൊക്കെ മൈനസ് ആർ ഗ്രൂപ്പാ. മൈനസ് ആർ ഗ്രൂപ്പ് അഥവാ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാ. മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആരൊക്കെ? മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് NO2, CHO, ഇത് കോർബിച്ച് HO, COH 3 മാർക്ക് ക്വസ്റ്റ്യനാ, SO3H, Cn, ഇതൊക്കെ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന പാർട്ടാണ്. ഓർത്തോപാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പും മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പുകളും. അങ്ങനെ ഓർഗാനിക് ബേസിക് പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. യെസ്, അപ്പോ ബാക്കി ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചാനൽ അവൈലബിൾ ആണ്. മക്കൾ എല്ലാ വീഡിയോയും കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ബൈ.